ഹായ് ഹലോ എല്ലാവർക്കും പത്തരമാറ്റി സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ അഭിയെ നമ്മുടെ ജലജ കുറ്റം പറയുകയാണ്. നിനക്ക് ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇന്നിപ്പം നീ വെറും കമ്പനിയുടെ, അതായത് ഈ നമ്മുടെ ജുവലറിയുടെ വെറും ഒരു ജോലിക്കാരനായിട്ട് താഴാനുള്ള കാരണം നീ തന്നെയാണ്. നിനക്ക് ജീവിതത്തിലേക്ക് കുതിച്ചു കയറാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ നീ വെറുതെ നടന്ന് അതെല്ലാം പാഴിക്കളഞ്ഞു. അതുമാത്രമല്ല, ആദർശിന് പറഞ്ഞു വെച്ചിരുന്ന ഒരു പെണ്ണിനെ വലിയ ഹീറോ ചമഞ്ഞ് നീ കെട്ടി നിൻ്റെ തലയിലാക്കി. അത് കാരണമാണ് നിനക്ക് ഇത്രയും വലിയ ദുരിതമൊക്കെ വന്നത്. അല്ലെങ്കിൽ ഇതേ കണ്ടില്ലേ അനിക്ക് വന്ന ആലോചന, അതുപോലെ നല്ല ഇട്ട് മൂടാൻ പണവും പ്രതാപവും ഒക്കെയുള്ള വീട്ടിൽ നിന്നുള്ള ആലോചനകൾ നിനക്കും കിട്ടുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അഭിയെ കുറ്റപ്പെടുത്തിയിട്ട് ജലജ പോവുകയാണ്. അപ്പോൾ തന്നെ അഭി അങ്ങ് ചിന്തിക്കുകയാണ്, എങ്ങനെയെങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് നവ്യയെ ഒഴിവാക്കും എന്നൊക്കെ ചിന്തിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ അഭി. അതേ സമയത്ത് നമ്മുടെ ജാനകി പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് ചെല്ലുകയാണ് നമ്മുടെ ദേവയാനി ചെല്ലുകയാണ്. എന്നിട്ട് പറയണേ, ജാനു നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഞാൻ നിന്നെ തിരക്കി നടക്കുകയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചില കാര്യങ്ങളൊക്കെ നിന്നോട് പറയണം. കാര്യം, അനിയെ ഇങ്ങനെ വിട്ടാൻ പറ്റില്ല. ഇനിയിപ്പോൾ വിവാഹവും കാര്യങ്ങളും ഒക്കെ അടുത്ത് വരെയല്ലേ. അപ്പോൾ എന്തായാലും അവന് വിവാഹത്തോട് പോലും അത്ര താല്പര്യമില്ലാത്ത മട്ടാണ് കാണുന്നത്. പക്ഷേ അങ്ങനെ അവനെ വിടാനൊന്നും പറ്റില്ല. അച്ഛൻ കൊടുത്ത വാക്കാണ്. അത് നമുക്ക് എത്രയും പെട്ടെന്ന് അതിലേക്ക് കടക്കണം. അതുകൊണ്ട്, അതായത് വിവാഹകാര്യമാണേ, അതുകൊണ്ട് ആദർശ് ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 2-3 ബ്രാഞ്ചുകൾ അനിയെ ഏൽപ്പിക്കാമെന്നാണ്. അപ്പോൾ കുറച്ച് ഉത്തരവാദിത്വ ബോധമൊക്കെ കൂടും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ജാനകി പറയണേ, അതിൻ്റെ ആവശ്യമുണ്ടോ ഏട്ടത്തി? അവനെപ്പോഴും ആദർശിൻ്റെ തണലിൽ ജീവിക്കാനാണ് ഇഷ്ടം എന്ന് പറയുകയാണ്. അപ്പോൾ ഇതും കേട്ടിട്ട് ഇങ്ങനെ ജലജ വരികയാണ്. അപ്പോൾ ജലജ പറയണേ, കൊള്ളാലോ, ഇപ്പോൾ 2-3 ബ്രാഞ്ചുകൾ ഇപ്പോൾ അനിക്ക് കൊടുക്കുന്നു, ബാക്കിയുള്ളതെല്ലാം ആദർശ് നോക്കി നടത്തുന്നു. ഈ വീടും അനിക്കും ആദർശിനും ഒക്കെ അവകാശപ്പെട്ടത്. അപ്പോൾ എൻ്റെ മോന് മാത്രം ഒന്നുമില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ ദേവയാനി ചോദിക്കുകയാണ്, നിൻ്റെ മോനെ എങ്ങനെ ഏൽപ്പിച്ച് ഓരോന്ന് വിശ്വസിച്ച് ഏൽപ്പിക്കുന്നത്? ഇതിനു മുമ്പ് ഏൽപ്പിച്ചിട്ടുള്ളപ്പോഴൊക്കെ അവൻ്റെ സ്വഭാവം കാണിച്ചിട്ടുമുണ്ട്. ഇതേ നല്ല ഒന്നന്തര സ്വർണ്ണമാണ് നമ്മൾ നമ്മുടെ ജ്വല്ലറിയിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ സ്വർണം വിൽക്കുന്ന ആളിൻ്റെ മനസ്സിനും അതുപോലെയുള്ള പരിശുദ്ധി ഉണ്ടാവണം. നിൻ്റെ മോനതില്ല. നിൻ്റെ മോനെ പോലുള്ള ഒരാളെ വിശ്വസിച്ച് ഇങ്ങനെയുള്ള ജോലിയൊന്നും അവനെ ഏൽപ്പിക്കാൻ പറ്റില്ല. പിന്നെ നിൻ്റെ ചരിത്രവും പറയാതിരിക്കുകയല്ലേ ഭേദം. അതിൽ കുറച്ചൊക്കെ അവന് കിട്ടാതിരിക്കില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദേവയാനി നടന്നു പോവുകയാണ്. അപ്പോഴത്തേക്കിന് ജലജ മനസ്സിൽ വിചാരിക്കുകയാണ്, എടി ഏട്ടത്തി, നിനക്കുള്ള പണി ഞാൻ തരുന്നുണ്ട്. നിനക്ക് എപ്പോഴും എന്നെ ഒരു അധിക്ഷേപം പറച്ചിലാണ്. നിന്നെ ഞാൻ ശരിയാക്കി തരാം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വെക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ജാനകിയോട് ചോദിക്കുകയാണ്, നിനക്കിപ്പോൾ സമാധാനമായില്ലേ? നിൻ്റെ മകന് എല്ലാം കിട്ടിയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ജാനകി പറയുകയാണ്, ജലജേ, നീ ഇങ്ങനെ കുശുമ്പും കൊണ്ട് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. എനിക്കോ എൻ്റെ മകനോ ഈ സ്വത്തോ ഒന്നും ഞങ്ങൾ മോഹിച്ചിട്ടില്ല, ഇനിയൊട്ട് മോഹിക്കാനും പോണില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ജാനകി അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അതേസമയം അഫി ആണെങ്കിൽ ഒരു പയ്യനെ വിളിച്ചിട്ട് കുറച്ച് ഫോട്ടോസുകൾ, അതായത് നമ്മുടെ നവ്യയും നിർമ്മലും കൂടി ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന കുറച്ച് ഫോട്ടോകൾ എടുത്തിട്ട് ഒരു പയ്യനെ വിളിച്ചിട്ട് പയ്യൻ്റെ കൈ കൊടുത്തിട്ട് പറയുകയാണ്, ഇത് എൻ്റെ വീട്ടിലേക്ക് കൊറിയർ അയക്കണം എന്നിങ്ങനെ പറയുമ്പോൾ നവ്യയുടെ പേരിൽ വേണം അയക്കാനെന്ന് പറയുകയാണ്. അപ്പോൾ ആ പുള്ളിക്കാരൻ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു വീട്ടിലുള്ളതല്ലേ, നിങ്ങൾക്ക് തന്നെ കൊടുത്തൂടെ എന്ന് ചോദിക്കുമ്പോൾ, നീ കൂടുതൽ കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ നിൽക്കണ്ട, നീ ഇത് പറഞ്ഞതുപോലെ ചെയ്താൽ മതി, ഈ ഒരു ചെറിയ കാര്യം ചെയ്യുന്നതിന് ഇത് പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരന് 1000 രൂപ കൊടുക്കുകയാണ് അഭി. അങ്ങനെ പറയുകയാണ്. അങ്ങനെ ആ പുള്ളിക്കാരൻ ആ പൈസയും വാങ്ങിച്ചിട്ട് ഫോട്ടോയും കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അഭി മനസ്സിൽ വിചാരിക്കുകയാണ്, ഇന്നത്തോടുകൂടി അവൾക്കുള്ള കള്ളത്തരം ഒക്കെ പൊളിയും എന്നൊക്കെ ചിന്തിച്ചിട്ട് പുള്ളിക്കാരൻ നല്ല സന്തോഷമായിട്ട് നിൽക്കുകയാണ്. അതേസമയത്ത് ദേവയും മുത്തശ്ശിയും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്, ഹാളിൽ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശി ദേവയോട് പറയുകയാണ്, ദേവേ, നിങ്ങൾ എല്ലാ കാര്യത്തിലും മുന്നിൽ തന്നെ നിൽക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്നാലും ഇപ്പോൾ അദ്ദേഹത്തിനാണെങ്കിൽ സുഖമില്ല, പിന്നെ ഞാനും വയസ്സായില്ലേ. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ മുഴുവനും നീയും ദേവനും കൂടി മുന്നിട്ട് നിന്ന് വേണം, അതായത് ദേവയാനിയും ജയനും കൂടി മുന്നിട്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാനെന്ന് പറയുകയാണ് നമ്മുടെ മുത്തശ്ശി. അപ്പോൾ ദേവയാനി പറയണം, അമ്മ, അത് എന്നോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അനിയെ ജാനകിയാണ് പ്രസവിച്ചെങ്കിലും കൂടുതൽ എൻ്റെ മകനെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹവും വാത്സല്യവും കൊടുത്തിട്ട് അവനെ വളർത്തിയത് ഞാനാണ്. അതുകൊണ്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം ചെയ്യാൻ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതേസമയത്ത് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ജലജ അവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോളിംഗ് ബെല്ലടിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി ജലജയോട് പറയണേ, നീ പോയി ഒന്ന് വാതിൽ തുറന്ന് നോക്കാൻ പറയുന്നു. അങ്ങനെ ജലജ പോയി നോക്കുമ്പോഴത്തേക്ക് ഒരു കൊറിയർ ഉണ്ട് എന്ന് പറയുകയാണ്, നവ്യയ്ക്കാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജലജ ഒപ്പിട്ട് കൊടുത്തിട്ട് കൊറിയർ വാങ്ങിക്കുകയാണ്. അങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ജലജയോട് മുത്തശ്ശി ചോദിക്കുകയാണ്, ഇത് ആർക്കാണ് എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ തന്നെ ജലജ പറയുന്നുണ്ട്, ഇത് നവ്യയ്ക്കാണ്. എന്താണെന്ന് ചോദിക്കുമ്പോൾ
ജലജ പറയുകയാണ് അവൾക്ക് എന്നും ഇതല്ലേ ജോലി, അവൾ എന്താണെന്ന് ആർക്കറിയാം എന്ന് പറഞ്ഞിട്ട് ഉടനെ അത് പൊട്ടിക്കാനായിട്ട് നോക്കുമ്പോൾ മുത്തശ്ശി വഴക്ക് കൊടുക്കുകയാണ്. മുത്തശ്ശി പറയണേ മേലാ പൊട്ടിച്ചു പോകരുത്, മരുമകൾക്ക് വരുന്ന എന്ത് സാധനമാണെങ്കിലും അത് പൊട്ടിക്കാനുള്ള അവകാശം അവൾക്ക് മാത്രമേ ഉള്ളൂ. നീ അമ്മായിയമ്മയാണെന്ന് കരുതിയിട്ട് അനാവശ്യമായിട്ടുള്ള അധികാരമൊന്നും കാണിക്കേണ്ട, മര്യാദയ്ക്ക് മുറിയിൽ കൊണ്ടുപോയി മോക്ക് കൊടുക്കാൻ പറയുകയാണ്. അങ്ങനെ അപ്പോൾ ആ സമയത്തിന് ജലജ കൊടുക്കാമെന്നും പറഞ്ഞൊക്കെ കൊണ്ട് പോവുകയാണ്. പോയതിന് ശേഷം അവരുടെ ഫസ്റ്റ് ഫ്ലോറിൽ ചെന്നതിന് ശേഷം ജലജ അത് പൊട്ടിക്കാൻ നോക്കുമ്പോഴത്തേക്ക് തൊട്ട് പിന്നിൽ മുത്തശ്ശി നിൽക്കുകയാണ്. അങ്ങനെ മുത്തശ്ശി നന്നായിട്ട് ശകാരിക്കുകയാണ് നമ്മുടെ ജലജയെ. പക്ഷേ ഇത് എല്ലാം കണ്ടുകൊണ്ട് അഭി മാറി നിൽക്കുകയാണ്. സംഭവം ജലജയുടെ കൈ കിട്ടുമ്പോൾ തന്നെ അഭിക്ക് സന്തോഷമാവുകയാണ്. ഓ, ഇത് അമ്മയുടെ കയ്യിൽ തന്നെ കിട്ടി, ഇത് അമ്മ പൊട്ടിച്ച് കഴിയുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ ഒരു ഭൂകമ്പം നടക്കും, ഇന്ന് തന്നെ നവ്യ പുറത്താവും എന്നൊക്കെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കിന് നമ്മുടെ ജലജ ഇത് പൊട്ടിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും മുത്തശ്ശി അത് ജലജയ്ക്ക് നല്ല ശകാരമൊക്കെ കൊടുത്തതിന് ശേഷം അതങ്ങ് വാങ്ങിക്കുകയാണ്. അങ്ങനെ ജലജ അങ്ങ് പോകുന്നു. അതും കൊണ്ട് മുത്തശ്ശി നടക്കുമ്പോഴത്തേക്ക് ആ പൊട്ടിച്ച ഹോളിൽ കൂടെ 1-2 ഫോട്ടോ തറയിൽ പോവുകയാണ്. അങ്ങനെ മുത്തശ്ശി അതെടുക്കുകയാണ്. എടുത്ത് നോക്കുമ്പോഴത്തേക്ക് കാണുന്നത് നിർമ്മൽ എന്ന് പറയുന്ന ആ യുവാവിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന നവ്യയുടെ ഫോട്ടോസൊക്കെയാണ്. അങ്ങനെ മുത്തശ്ശി പെട്ടെന്ന് തന്നെ ആ ഫോട്ടോ അതിനകത്ത് ഇട്ടിട്ട് അതും കൊണ്ടിട്ട് നവ്യയുടെ മുറിയിലേക്ക് പോവുകയാണ്. ഇത് കാണുമ്പോഴത്തേക്ക് അഫി വിചാരിക്കണം, ഓ ഇന്നെല്ലാം കുളമാവും, മുത്തശ്ശി അത് നേരെ മുത്തശ്ശനെ കൊണ്ട് കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ സന്തോഷത്തിൽ നിൽക്കുകയാണ്. പക്ഷേ മുത്തശ്ശി മുറിയിൽ കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ നവ്യ കിടക്കുകയാണ്. അങ്ങനെ നവ്യയെ വിളിച്ചിട്ട് ഈ ഫോട്ടോ ഏൽപ്പിക്കുകയാണ്. മോളെ, ഇത് നിനക്ക് വന്ന കൊറിയറാണ്, നിൻ്റെ അമ്മായിയമ്മ പൊട്ടിച്ചു, അങ്ങനെ ഞാൻ അവളുടെ കയ്യിൽ നിന്നും വാങ്ങിച്ച് ഇത് മോക്ക് കൊണ്ടുതരാനായിട്ട് വരികയായിരുന്നു. പക്ഷേ അവൾ പൊട്ടിച്ച ആ ഹോളിൽ കൂടെ 1-2 ഫോട്ടോ നിലത്ത് വീണപ്പോൾ ഞാനത് നോക്കി. അത് മോളൊന്നും വിചാരിക്കരുത്, അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലെന്നറിയാം, പക്ഷേ ആ ഫോട്ടോ കണ്ട സ്ഥിതിക്ക് എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റില്ല, ആരാണ് മോളെ ഇതിങ്ങനെ ചോദിക്കുമ്പോൾ നവ്യ ആ ഫോട്ടോ മേടിച്ച് നോക്കുന്നതും നവ്യ ഞെട്ടിപ്പോവാണ്. അപ്പോൾ നവ്യ പറയുന്നത്, മുത്തശ്ശി ഈ പുള്ളിക്കാരന് ഞാനും കോളേജിൽ പഠിക്കുന്ന സമയത്തുള്ള അടുപ്പമായിരുന്നു. അടുപ്പമെന്ന് പറഞ്ഞാൽ ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ്. അപ്പോൾ ആ സമയത്ത് അവനുമായിട്ട് മിണ്ടേം പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ ഫോട്ടോയും എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഫോട്ടോ എന്ന് പറഞ്ഞാൽ മോർഫ് ചെയ്ത് വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്, എൻ്റെ മുഖം മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നും എൻ്റെതല്ല എന്നൊക്കെയുള്ള രീതിയിൽ മുത്തശ്ശിയെ പറഞ്ഞ് ധരിപ്പിക്കുകയാണ് നവ്യ. അപ്പോൾ മുത്തശ്ശിക്ക് സംഭവങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി. പക്ഷേ മുത്തശ്ശി പറയണ, മോളെ അത് സാരമില്ല, ഇന്നത്തെ കാലത്ത് ഇതും നടക്കും ഇതിനപ്പുറവും നടക്കും, പക്ഷേ എന്ത് തന്നെ ആയാലും വിവാഹത്തിന് മുമ്പ് നമ്മൾ എങ്ങനെ ജീവിച്ചാലും വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിനും കുടുംബത്തിനും വേണ്ടിയിട്ടായിരിക്കണം ജീവിക്കേണ്ടത് എന്നൊരു നല്ലൊരു മെസ്സേജും കൊടുത്തിട്ട് മുത്തശ്ശി അവിടെ നിന്ന് പോവുകയാണ്. മുത്തശ്ശി അങ്ങോട്ട് പോകുന്നതൊക്കെ ഇങ്ങനെ അഭി മറഞ്ഞിരുന്ന് കാണുകയാണ്. അതേ സമയത്ത് നിർമ്മൽ നവ്യയെ വിളിക്കുകയാണ്. അപ്പോൾ നവ്യ ചോദിക്കുകയാണ്, എടാ നീ എന്നെ വിളിച്ച് പോവരുത്, ഈ ഫോട്ടോയൊക്കെ എങ്ങനെയാണ് ഉണ്ടായത്, ഞാൻ നിൻ്റെ കയ്യിൽ കൈകോർത്ത് നടന്നിട്ടുണ്ട് എന്നല്ലാതെ ഇതുപോലെ ഇഴുകിച്ചേർന്ന് ഞാൻ നിന്നൊപ്പം ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല, നീ മനഃപൂർവ്വം എൻ്റെ ജീവിതം തുലയ്ക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണോ, എനിക്ക് നിന്നോട് ഒരിക്കലും പ്രണയം തോന്നിയിട്ടില്ല, എനിക്കൊരിക്കലും തോന്നിയില്ലെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറയുകയാണ്, എനിക്ക് നിന്നോട് പണ്ട് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നീ എന്നെ സഹിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ബ്ലാക്ക്മെയിലിംഗ് ഒക്കെ ചെയ്യുകയാണ്. പക്ഷേ നവ്യ ഒരു രക്ഷയില്ല. നവ്യ പറയുകയാണ്, നിൻ്റെ ഈ അടവൊന്നും നീ എൻ്റെ അടുത്ത് എടുക്കരുത്, ഇതിവിടെ ചിലവാവില്ല എന്ന് തന്നെ നവ്യ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ അഭി അങ്ങോട്ടേക്ക് വരികയാണ്. അഭി ചോദിക്കുകയാണ്, എന്താ നിൻ്റെ കയ്യിലെന്ന് ചോദിക്കുമ്പോൾ നവ്യ പറയുകയാണ്, എൻ്റെ കയ്യിൽ എന്തായാലും നിനക്കെന്താ എന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലും രഹസ്യമാണോ, പുറത്ത് പറയാൻ കൊള്ളാത്തതാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നവ്യ പറയുകയാണ്, അങ്ങനെ രഹസ്യമൊന്നുമില്ല, പക്ഷെ അതൊന്നും നിന്നെ കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് നവ്യ അവിടെ നിന്ന് അങ്ങ് എസ്കേപ്പ് ആവുകയാണ്. അപ്പോൾ അഭി മനസ്സിൽ വിചാരിക്കുകയാണ്, ഓ ഇതുകൊണ്ടെങ്കിലും ഇവിടെ കുളമാക്കാമെന്നാണ് വിചാരിച്ചത്, ഇവിടെ ഇന്ന് എന്നെ ഇവിടെ നിന്ന് പുറത്താക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇവൾക്ക് ഭാഗ്യമുണ്ട്, ഇവൾക്ക് ഒടുക്കത്തെ ഭാഗ്യമാണ്, അതുകൊണ്ടാണ് മുത്തശ്ശിയുടെ കയ്യിൽ ഇത് കിട്ടാനും മുത്തശ്ശി അവളെ തന്നെ ഏൽപ്പിക്കുകയും ചെയ്തത് എന്നൊക്കെ ചിന്തിച്ചിട്ടിങ്ങനെ അഭി അവിടെ തന്നെ നിൽക്കുകയാണ്. അതേ സമയത്ത് നമ്മുടെ കനക നമ്മുടെ നന്ദുവിനെ പഞ്ഞിക്കിടയാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നന്ദുവിൽ നിന്നും നമ്മുടെ അനിരുദ്ധിൻ്റെ ഒരു ഫോട്ടോ നമ്മുടെ കനകയ്ക്ക് കിട്ടുകയാണ്. അപ്പോൾ ആ ഫോട്ടോ കാണിച്ചിട്ടാണ് പൊതിരെ അടിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഗോവിന്ദൻ വന്നിട്ട് കാര്യം തിരക്കുകയാണ്. പക്ഷേ അത് ഒന്നും പറയുന്നില്ല, ഗോവിന്ദന് വിഷമമാവുമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കനക അത് സംഭവം മറച്ചു പിടിക്കുകയാണ്. എന്നിട്ട് പറയണേ, ഇവള് പണ്ടത്തെ സ്വഭാവമൊന്നുമില്ല, ഇവൾക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതലാണ്, അതുകൊണ്ട് ഇവൾക്ക് 2 അടി കൊടുത്തതാണ് എന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ടിട്ട് നല്ല വിഷമമായിട്ട് നിൽക്കുകയാണ് നമ്മുടെ നന്ദുവിന്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. ഇനി അധിക സമയമൊന്നും സംസാരിക്കാൻ പറ്റില്ല, കാര്യം മഴ പെയ്തു തുടങ്ങി. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.